വർക്കല എന്ന് പറയുന്നതിന് തന്നെ പ്രാധാന്യമുണ്ട്. വർക്കല എന്ന് പറയാൻ ഭഗവാന്റെ നാരദ മഹർഷിയുടെ വൽക്കലം വീണ സ്ഥലമാണ് വർക്കല. ആ അവിടെ വെച്ച് തന്നെ ഈ ദേവന്മാരെ ശപിച്ച് വർക്കല ഈ ഈ ഭാഗത്തേക്കാണ് ഭഗവാൻ ശപിച്ച് വിട്ടത്. ആര്? ദേവേന്ദ്രൻ. നാരദ മഹർഷിയുടെ അച്ഛനായ ദേവേന്ദ്രൻ ശപിച്ചു വിട്ടതാണ് ഈ വർക്കല പാവനാശിനി. ആ ദേവന്മാർ ഇവിടെ വന്ന് മുങ്ങി കുളിച്ച് പോയതിനു ശേഷം, പാപം തീർന്നു പോയതിനു ശേഷമാണ് വൽക്കലം വീണ സ്ഥലമാണ് വർക്കല എന്നായത്. ഇവിടെയാണ് അവർ വന്ന് കുളിച്ച് പാപം തീർത്ത് അവർ പോയത്. അതുകൊണ്ട് തന്നെയാണ് പാവനാശിനി എന്ന പേര് ഇവിടെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ ബലിതർപ്പണ കർമ്മത്തിനായിട്ട് എല്ലാ ആൾക്കാരും ഇവിടെ എത്തുന്നത്. തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഈ വർക്കല പാവനാശി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് നമ്മുടെ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായിട്ട്, മരിച്ചുപോയ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായിട്ട്, അത് ഈ ദേവന്മാരുടെ ശാപം പോലെ തന്നെയാണ്. ആ ശാപം തീർന്ന സ്ഥലത്ത് ഈ പിതൃക്കളുടെ പാപമോക്ഷത്തിന് വേണ്ടിയാണ് ഇവിടെ വന്ന് അവർ ഈ ബലിതർപ്പണം നടത്തുന്നത്. ആ ബലിതർപ്പണം കൊണ്ട് നമ്മുടെ ഒരു ഹിന്ദുക്കളുടെ വിശ്വാസം അതാണ്. പിതൃക്കൾക്ക് മോക്ഷപ്രാപ്തി ഉണ്ടായി എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് അവർ സന്തോഷത്തോടു കൂടി തിരിച്ചു പോകുന്നത്. ഞാന് ഇപ്പൊ ഒരു 9 വർഷമായി. കാലാവസ്ഥയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല, കഴിഞ്ഞ വർഷത്തെ പോലെ ഇല്ല, സമയമായില്ല. നാളെ ഒരു 6 മണി വരെ ഉണ്ട്, വൈകുന്നേരം 6 മണി വരെ. വാഹനത്തിന് നേരം വെളുക്കുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ വരും. ഇപ്പൊ പിന്നെ ഇങ്ങനെ വരുന്നവർ പെട്ടെന്ന് വിട്ടു പോകാനുള്ള കാലാവസ്ഥ അനുസരിച്ച് വിട്ടുപോകാനുള്ള ഒരു അവസരമാണ് അവർ നോക്കി പോകുന്നത്.